بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله ولي الصالحين، وأشهد أن نبينا وسيدنا محمدا عبد الله ورسوله الأمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل الحمد لله وسلام على عباده الذين اصطفى. صدق الله العلي العظيم. قال رسول الله صلى الله عليه وسلم: لا تزال هذه الأمة على خير ما عظموا الحرمة. صدق رسول الله صلى الله عليه وسلم. ആദരണീയരായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിസ്വാർത്ഥരായ സേവകരെ, പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടൽ അല്ലാഹുവിന്റെ ദീനിന്റെ ഒരു വലിയ ഖിദ്മത്തായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇസ്സത്ത് നിലനിർത്തുവാനും അതിനെ ഒരു പോറലുമേൽക്കാതെ ഖിയാമത്ത് നാൾ വരെ സംരക്ഷിക്കുവാനും അല്ലാഹു ഒരു വിഭാഗത്തെ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമെന്ന് പറഞ്ഞ ആ കൂട്ടത്തിലെ ഒരു തായിഫത്തായി അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100 വർഷം ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിന് കാവലിരുന്ന മഹത്തായ പ്രസ്ഥാനമാണ്. ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട്. മത, രാഷ്ട്രീയ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെ കൂട്ടത്തിൽ ഒരു സംഘടനയായിട്ടല്ല ഈ ഉമ്മത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ കാണുന്നത് എന്നാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ സംഘടനകളുടെ കൂട്ടത്തിലുള്ള ഒരു സംഘടനയല്ല, മറിച്ച് വൈകാരികമായി, ഈമാനികമായി ഉമ്മത്തിന് പ്രത്യേകമായ ഒരു കടപ്പാടുള്ള പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് ഒരു വസ്തുതയാണ്. അതിനെന്താണ് കാരണമെന്നറിയോ? ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട്. വൈജ്ഞാനിക വിപ്ലവത്തിന് സേവനം ചെയ്യുന്ന ഒരുപാട് സംഘടനകൾ ഇവിടെയുണ്ട്. ഇതെല്ലാം സമസ്തയും ചെയ്യുന്നു. എന്നാൽ അവരൊന്നും ചെയ്യാത്ത ഒരു പ്രവർത്തനം ഉമ്മത്തിന്റെ ഈമാനിനെ സംരക്ഷിക്കുക, ആദർശത്തെ സംരക്ഷിക്കുക, പാരമ്പര്യത്തെ കൃത്യമായി പോർലേൽപ്പിക്കാതെ സംരക്ഷിക്കുക എന്ന് പറയുന്ന മഹത്തായ ആ ദൗത്യം അത് നിർവഹിക്കാൻ അല്ലാഹു നിയോഗിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അതുകൊണ്ടാണ് ഈ അർത്ഥത്തിലുള്ള പല സംഘടനകളും ഇവിടെ ഉണ്ടായിട്ട് പോലും അതിനൊന്നും അവർക്ക് സാധിച്ചില്ല. പലരും ബിസിനസ്സുകാരായി പോയി, മറ്റു പലരും മറ്റു പലതായി പോയപ്പോൾ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ശരി, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ശരി, സുന്നത്ത് ജമാഅത്തിൽ അണുവളവ് വ്യത്യാസം നൽകാൻ, ഒരളവ് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന നേതാക്കളെ എല്ലാ കാലത്തും അല്ലാഹു സമസ്തക്ക് സമ്മാനിച്ചു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്: ഇന്നല്ലാഹ യബ്അസു ഫീ കുല്ലി മിഅത്തി സന മൻ യുജദ്ദിദു ലഹാ ദീനഹാ. എല്ലാ ഓരോ നൂറ്റാണ്ടിന്റെ ആദ്യത്തിലും അല്ലാഹു അവരുടെ ദീനിനെ സംരക്ഷിക്കുന്ന, അതിനെ കാലോചിതമായി വളർത്താൻ കഴിയുന്ന ഒരു ആളെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അല്ലാഹു നിയോഗിക്കുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞത്. എന്താണ് ആ തജ്ദീദ് എന്നറിയോ? മഹാന്മാര് ഇവിടെ ചെയ്തു വെച്ച സേവനങ്ങളെ പൊളിച്ചു മറ്റൊരു നയാ ദീനുണ്ടാക്കി എന്ന് പറഞ്ഞ മൗദൂദിയുടെ തജ്ദീദല്ല തജ്ദീദ്, അത് പൊളിച്ച് മറ്റൊന്നുണ്ടാക്കിയതാണ്. അതുപോലെ പാരമ്പര്യത്തിന്റെ മുഴുവൻ അടിസ്ഥാനങ്ങളെയും തകർത്തെറിഞ്ഞ വഹാബിസമല്ല തജ്ദീദ്,
മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കും, ബിദ്അത്തിനെ തകർത്തെറിയും, അതിന് മുന്നിൽ നിൽക്കും, ഇൽമിനും അതിന്റെ അഹ്ലുകാരെയും പെരുപ്പിക്കും, അതിനെ ആദരിക്കും, അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യും. ويكسر أهلها ويقمع البدعة ويكسر أهلها ബിദ്അത്തിനെ തകർത്തെറിയുകയും അതിന്റെ അഹ്ലുകാരെ ഇവിടെ നിന്ന് അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ ഉതകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് മുജദ്ദിദീങ്ങൾ. അതായിരുന്നു ശംസുൽ ഉലമ, അതായിരുന്നു ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുള്ള സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്താണ് ദീന്, എന്താണ് ദീനെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ഒരു പ്രത്യേക കാര്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വദാലിക ഇൻദ റഫ്ഇൽ ഇൽം, ഇതൊക്കെ സംഭവിക്കുക ഇൽമില്ലാതെയാകുമ്പോഴാണ്. ഇൽമില്ലാതെയാവുക എന്ന് പറഞ്ഞാൽ പലതരത്തിലാണ്. ഒന്നുകിൽ ഇൽമിന്റെ അഹ്ലുകാരില്ലാതെയാകും, അല്ലെങ്കിൽ ഇൽമിന്റെ അഹ്ലുകാര് പറയുന്നതും അവരെടുക്കുന്ന തീരുമാനവും സ്വീകരിക്കാൻ സമൂഹം തയ്യാറല്ലാത്ത അവസരത്തിലും ഇൽമു ഉയർത്തപ്പെടുന്നു എന്നാണ് അതിന്റെ താല്പര്യം. അങ്ങനത്തെ ഘട്ടം വരുമ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇൽമിനെയും ഇൽമിന്റെ അഹ്ലുകാരെയും അനുസരിക്കാത്ത ഒരു സമൂഹം ഇവിടെ ഉണ്ടാവാൻ അനുവദിച്ചുകൂടാ എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവൽ ഇൽമിനെ ഉയർത്തപ്പെടുന്ന സമയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ സമയത്ത് സിയാദ് ഇബ്നു ലബീദ് എന്ന് പറയുന്ന ഒരു സഹാബി എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, കൈഫ യുർഫഉൽ ഇൽമു യാ റസൂലല്ലാഹ്, ഇൽമിനെ എങ്ങനെയാണ് ഉയർത്തപ്പെടുക? ഇവിടെ ഖുർആനില്ലേ, ആ ഖുർആൻ ഞങ്ങൾ പഠിക്കുന്നു, പഠിപ്പിക്കുന്നു, അടുത്ത സമൂഹത്തിന് ഞങ്ങൾ അത് പകർന്നു കൊടുക്കുന്നു, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മക്കളുടെ പരമ്പരക്ക് പകർന്നു കൊടുക്കുന്നു. പിന്നെ എങ്ങനെ ഇൽമു ഉയർത്തപ്പെടുക എന്ന് ചോദിച്ചപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതം കൂറിക്കൊണ്ട് പറഞ്ഞു, ഫകിലതുക ഉമ്മുക യാ സിയാദ്, മാ കുന്തു അഹ്സിബുക ഇല്ലാ അഖല അഹ്ലിൽ മദീന. എന്തൊരു പോയത്താ സിയാദേ നീ പറയുന്നത്, നീ ഒരു ബുദ്ധിമാനാണെന്ന് തന്റേടിയാണെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയിരുന്നത്. പക്ഷെ ഈ ജാതി പോയത്തും നീ പറയുകയോ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ എന്താണ് കാണുന്നത്, നീ കണ്ടില്ലേ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവലൈസ ഹാദിഹിൽ യഹൂദു വന്നസാറ, ഈ ജൂത ക്രിസ്ത്യാനികളുടെ കയ്യിൽ തൗറാത്തും ഇഞ്ചീലും ഇല്ലേ? അവരത് പാരായണം ചെയ്തിരുന്നില്ലേ? പിന്നെ എന്ത് സംഭവിച്ചു? എന്താണ് അവർക്ക് സംഭവിച്ചത്? മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച നിസ്കാരം ഇന്ന് കനീസയിൽ നിസ്കരിക്കുന്നുണ്ടോ? അവർ പഠിപ്പിച്ച വൃതാനുഷ്ഠാനം ഇന്ന് ക്രിസ്ത്യാനികൾ നടത്തുന്നുണ്ടോ? ഇല്ലെന്ന് അവർക്ക് തന്നെ അറിയാം. നാം അവരെ ആക്ഷേപിക്കുകയല്ല. അവർക്ക് പിന്നീട് എന്തൊക്കെയായി കിട്ടിയ ഒരു മതമാണ് അവരാചരിക്കുന്നത്. എന്തേ അവർക്ക് സംഭവിച്ചു? ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്ന അവർ പഠിപ്പിച്ച നിസ്കാരം, അവർ പഠിപ്പിച്ച നോമ്പ്, അവർ പഠിപ്പിച്ച അദ്കാറുകളാണോ ഇന്ന് ജൂതന്മാര് ചെയ്യുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് അവരുണ്ടാക്കിയ, അവരുടെ ആളുകൾ അഹ്ബാറുകൾ കെട്ടിച്ചുമച്ചുണ്ടാക്കിയ, തഹരീഫ് ചെയ്തുണ്ടാക്കിയ ഒരു തരം ദീനല്ലേ അവരാചരിക്കുന്നത്. എന്താണ് അതിന് കാരണം? ഈ വിശുദ്ധമായ ദീനിനെ, ഈ ഇൽമിനെ അതിന്റെ തനിമയോടെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ പണ്ഡിതന്മാർ അവർക്കില്ലാതെയായി. അവിടെയുള്ള പണ്ഡിതന്മാർ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ടു, കീഴ്പ്പെട്ടു പോയി. പ്രകോപനങ്ങൾ വന്നപ്പോൾ അവർ തരിച്ചുപോയി, അവർ കീഴ്പ്പെട്ടു പോയി. അതൊരിക്കലും ഈ ഉമ്മത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്തൊക്കെ പ്രകോപനങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിനൊന്നും വശംവദരാവാതെ പരിശുദ്ധമായ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച തനിമയോടെ, തറാവീഹ് 20 ആണെങ്കിൽ 20, ഖുതുബ അറബിയിലാണെങ്കിൽ അറബിയിൽ, അങ്ങനെ തന്നെ നിലനിർത്തുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായേ മതിയാകൂ. അവരെ കൊണ്ട് മാത്രമേ ദീൻ നിലനിൽക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് സഹാബത്തിനെ പഠിപ്പിച്ചു.
ആ പഠിപ്പിച്ച ദീൻ അതുപോലെ നിലനിൽക്കുകയും ചെയ്തു. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ പല തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇവിടെ വന്നു. ആ കാലഘട്ടത്തിലെല്ലാം ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീനിന്റെ തനിമയെ സംരക്ഷിക്കാൻ പലപ്പോഴും അധികാര സ്വാധീനത്തിന്റെ പേരിൽ പണ്ഡിതന്മാരെ വിരട്ടാനും കൊല ചെയ്യാൻ പോലും അക്കാലത്തെ ഭരണാധികാരികൾ തയ്യാറായിട്ടുണ്ട്. പക്ഷേ അവിടെയും ചങ്കൂറ്റത്തോടുകൂടെ, മരിച്ചാൽ മരിക്കുമെന്ന വിശ്വാസത്തോടെ, ആത്മധൈര്യത്തോടുകൂടെ പരിശുദ്ധ ഖുർആൻ അള്ളാന്റെ കലാമാണെന്ന് ഉച്ചസ്ഥരം പറഞ്ഞുകൊണ്ട് ആ ബിദ്അത്തിനെ തകർക്കാനുള്ള പണ്ഡിതന്മാരുണ്ടായി. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിന്നു. ഈ ഡൽഹിയിൽ ഉണ്ടായ സംഭവം നമുക്കറിയാലോ. ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി, മഹാനായ മുഹദ്ദിസായ ഉസൂലിയായ വളരെ അഗാധ പാണ്ഡിത്യമുള്ള മഹാപണ്ഡിതനായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഷിയാക്കളുടെ ബിദ്അത്ത് വളരെ വ്യാപകമായപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥം രചിക്കാൻ തയ്യാറായി. അവരുടെ ബിദ്അത്തിന്റെ പൊള്ളകൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട്, പൊള്ളത്തരങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന വിധത്തിൽ ഒരു ഗ്രന്ഥം രചിക്കാൻ ഒരുങ്ങിയപ്പോൾ അതറിഞ്ഞ സമയത്ത് അന്നത്തെ ഭരണാധികാരി, അന്നത്തെ ഷിയാ ബിദ്അത്തുകാർക്ക് ഓശാന പാടുന്ന ആളായിരുന്നു. അതുകൊണ്ട് അയാള് പറഞ്ഞു, ഈ ഗ്രന്ഥം രചിക്കാൻ പാടില്ല, ഈ ഗ്രന്ഥം പുറത്തിറങ്ങാൻ പാടില്ല, ഇത് പിൻവലിക്കണമെന്ന് പറഞ്ഞു. മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഇതെന്റെ കടമയാണ്, ഇതെന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഇദാ ലഹറൽ ബിദ്ഉ വസകതൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ബിദ്അത്ത് വെളിവാവുകയും ആലിമീങ്ങൾ മിണ്ടാതിരിക്കുകയും ചെയ്താൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുള്ളതാണ്. സാന്ദർഭികമായി ഞാൻ പറയട്ടെ, ഈ ഹദീസ് ആദ്യമായി എന്റെ ഏറ്റവും മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് എന്റെ പിതാവിന്റെ കൂടെ ഒരു സമസ്ത സമ്മേളനത്തിന് പോയപ്പോൾ മഹാനായ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ ഈ ഹദീസ് ഓതി പ്രസംഗിക്കുന്നതാണ് ഞാൻ ആദ്യമായി ഈ ഹദീസ് അന്നാണ് കേൾക്കുന്നത്. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി തങ്ങൾ പറഞ്ഞു, അതെന്റെ ഉത്തരവാദിത്തമാണ്, അതെന്റെ കടമയാണ്, ഞാനത് നിർവഹിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് നിർവഹിച്ച സന്ദർഭത്തിൽ ആ രാജാവ് അദ്ദേഹത്തെ ശിക്ഷിച്ചു, അദ്ദേഹത്തിന്റെ കൈ വെട്ടിക്കളഞ്ഞു എന്നാണ് ചരിത്രം. ആരാണ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി? ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ പോലെയുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങളുടെ മുസന്നിഫും മുഹദ്ദിസുമായ ആ മഹാപണ്ഡിതന്റെ കരം ഛേദിച്ചു. എന്തുകൊണ്ട്? ഭരണാധികാരികളിലേക്ക് ബിദ്അത്തുകാർ കയറി ചെന്നുകൊണ്ട് അവരുടെ മന്ത്രത്തിന് അവരടിമപ്പെട്ടപ്പോൾ ഉണ്ടായ അപകടമാണ്. എന്നിട്ടും അവിടെ ദീനിനെ സംരക്ഷിക്കാൻ ആലിമീങ്ങളുണ്ടായി, പണ്ഡിതന്മാരുണ്ടായി. അതുകൊണ്ട് ഈ ദീന് ഇപ്പോഴും സുന്ദരമായി നമ്മുടെ കയ്യിലേക്ക് കിട്ടി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഓതി വെച്ച ഹദീസിൽ എന്താണ് റസൂലുള്ളാഹി പറഞ്ഞത്? ലാ തസാലു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് അലാ ഖൈർ, അത് ഖൈറിന്റെ മേലായിരിക്കും, സന്തോഷത്തിലായിരിക്കും, പേടിക്കാനൊന്നുമില്ല. മാ അള്ളമുൽ ഹുർമ, ഹുർമത്തിനെ ബഹുമാനിക്കുന്ന കാലത്തോളം. വേറെ ചില റിവായത്തുകളിൽ കാണാം മാ അള്ളമു ഹാദിഹിൽ ഹുർമ, കഅബയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഈ കഅബയുടെ ഹുർമത്തിൽ സൂക്ഷിക്കുന്ന കാലത്തോളം എന്ന് പറഞ്ഞു. ഇതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം വകദാലിക കുല്ലു ഹുർമത്തിൻ ഇഹ്തറമഹല്ലാഹു തബാറക വതആല, അല്ലാഹു ആദരിച്ച മുഴുവൻ ശആയിറുകളെയും മുഴുവൻ ഹുറുമാത്തുകളെയും ഉമ്മത്ത് ബഹുമാനിക്കുന്ന കാലത്തോളം, അതിനനുസരിച്ച ആദരവ് ആ സമൂഹം അവർക്ക് അതിനൊക്കെ നൽകുന്ന കാലത്ത് ഉമ്മത്തിന് ഒരു ഭരണാധികാരിയെയും ഭയപ്പെടേണ്ട, ഒരു ലോബിയെയും ഭയപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ SIR-നെയും ഭയപ്പെടേണ്ടതില്ല, NRC-യെയും ഭയപ്പെടേണ്ടി വരില്ല. പക്ഷേ ആദർശ വിശുദ്ധി വേണം. ആ ആദർശ വിശുദ്ധി സംരക്ഷിക്കപ്പെടണം. ഈ ഹുർമത്തുകളെ ബഹുമാനിക്കണം എന്ന്. എന്താണ് കഅബയുടെ ഹുർമത്ത്? അത് ഇബ്രാഹിം നബിയുടെ ഹുർമത്താണ്.
ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. എന്താണ് കഅബയുടെ ഹുർമത്ത്? കഅബയുടെ ഹുർമത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് അല്ലാഹ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ പണിതു, അതിനെ സ്പർശിച്ചു എന്നതാണ് അതിന്റെ ഹുർമത്ത്. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയുടെയും മർവയുടെയും ഹുർമത്ത് എന്താണ്? അതിലെ ഹാജറ ബീവി നടന്നുപോയി എന്നുള്ളതാണ്. ഇങ്ങനെ അള്ളാഹുവിന്റെ ശആയിറുകൾ ഒന്നാമതായി അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ്, പിന്നീട് അവരുടെ ഔലിയാക്കൾ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, പിന്നീട് അവരുടെ പാദസ്പർശനമേറ്റ ഇതിനെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ഈ ഉമ്മത്തിന് ഖൈറുണ്ട്, വിജയമുണ്ട്, ഉന്നതിയുണ്ട്, ഔന്നിത്യമുണ്ട്. ഇതിനെ അവഗണിച്ചുകൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും ഒരു പ്രയോജനവും അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് അതിന്റെ ഖബൂലിയത്തുണ്ടാവുകയില്ല എന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അത് ഇവിടെ നിലനിൽക്കണം. ഇവിടുത്തെ ബിദ്അത്തുകാര് ആദ്യമായി അള്ളാന്റെ റസൂലിന്റെ ഹുർമത്തിനെ വലിച്ചെറിയുകയല്ലേ ചെയ്തത്, പിച്ചി ചീന്തുകയല്ലേ ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ വെറും സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞത് ഇവിടുത്തെ വഹാബികളല്ലേ. ഒരു പോസ്റ്റ്മാൻ ഒരു കത്ത് തന്നു പോയി, പിന്നെന്തിനാണ് അയാളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ കത്ത് വായിച്ചാൽ പോരെ എന്ന് പറഞ്ഞത് ഇവിടുത്തെ വഹാബികളല്ലേ. എന്റെ മുൻഗാമികളിലൂടെ എനിക്ക് കിട്ടിയ സകല നൂലാമാലയും ഞാൻ എന്റെ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചെറിഞ്ഞു. ഞാൻ ഒരു പുതിയ മതമുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് മൗലാന മൗദൂദിയല്ലേ. ഈ തരത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കുമ്പോൾ അവിടെ നോക്കി നിൽക്കാൻ സാധിക്കാത്ത, അവർക്കതിന് കഴിയില്ല, ഇഖ്ലാസുള്ള പണ്ഡിതന്മാർക്ക് അതിന് സാധിക്കുകയില്ല. അവരാണ് ഈ ഉമ്മത്തിനെ ഇവിടെ അവരുടെ വിശ്വാസത്തെ സംരക്ഷിച്ചു നിലനിർത്തിയത്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഈ തരത്തിലുള്ള ബഹുമാനം ഒരൊറ്റ വാക്ക് പറഞ്ഞ് മഹാനായ തങ്ങൾ ഉസ്താദിന്റെ ജാഥ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുർമത്ത് എന്ന് പറഞ്ഞാൽ നമ്മളാരും വിചാരിക്കുന്നിടത്തല്ല. അബ്ദൻ അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ല എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറഞ്ഞു, അവിടെ അബ്ദൻ എന്നതിനെ നെക്കിറയാക്കി പ്രയോഗിച്ചത് ലിഅന്നഹു അബ്ദുൻ ലാ യഅരിഫു കുൻഹ ഹഖീഖത്തി ഉബൂദിയ്യതിഹി ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പൊരുള്, അതിന്റെ അവരുടെ മഹത്വം അല്ലാഹുക്കല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണ മനുഷ്യനായോ വിവരമില്ലാത്തവനായോ ചിത്രീകരിക്കാൻ വരുമ്പോൾ അതിനെ ചെറുത്തു തോൽപ്പിക്കൽ ഉമ്മത്തിന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സമസ്ത രൂപീകരിച്ച് ഈ പ്രവർത്തനങ്ങളൊക്കെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ മുന്നിലുള്ള സീറ്റുകൾ സ്ഥിരാംഗങ്ങൾക്ക്, കന്യാകുമാരി മുതൽ വരുന്ന സ്ഥിരാംഗങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. അവർ വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്ന് സൗകര്യം ചെയ്ത് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ജില്ലാ നേതാക്കള് നമ്മുടെ ഈ സമ്മേളന പന്തലിൽ തങ്ങളുടെ വണ്ടി എത്തിയാൽ വാഹനത്തിൽ നിന്ന് തങ്ങൾ ഇറങ്ങി വരുമ്പോൾ സ്റ്റേജിലുള്ള ജില്ലാ നേതാക്കള് അവിടെ നിന്ന് ആനയിച്ചു കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തങ്ങളെ ആനയിച്ചു കൊണ്ടുവരാൻ സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് നീങ്ങണം. ജില്ലയുടെ നേതാക്കളൊക്കെ നീങ്ങിയാൽ വളരെ റാഹത്തായി. ഇൻഷാ അല്ലാഹ് ജാഥ എത്തിച്ചേരുകയാണ്. ഈ ശതാബ്ദി സന്ദേശ മഹായാനത്തെ, ഈ യാത്രയെ ആവേശോജ്വലമായി സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു മനോഹരമായ സ്വീകരണ ഗാനം ഇവിടെ അവതരിപ്പിക്കുകയാണ്. പ്രിയങ്കരനായ നൗഷാദ് ബാഖവിയുടെ മനോഹരമായ തൂലികയിൽ വിരിഞ്ഞ ഈ സ്വീകരണ ഗാനം ആലപിക്കുന്നത് പ്രിയപ്പെട്ട സുഹൈൽ ഫൈലി കൂരാടും സംഘവും സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. മർഹബാ 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 സയ്യിദുൽ ഉലമാ മർഹബാ 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 സയ്യിദുൽ ഉലമാ. താരങ്ങൾ
താഴെ വന്ന് നേര് നോക്കി തേരിലേറ്റി നൂറ്റാണ്ട് പിന്നിടുന്നു സമസ്ത തീരാത്ത നൂറ് കൊണ്ട് മുത്തുകോയ തങ്ങളിന്ന് പോറ്റി പടർത്തിടുന്നു സമസ്ത താരങ്ങൾ താഴെ വന്ന് നേരു നോക്കി തേരിലേറ്റി നൂറ്റാണ്ട് പിന്നിടുന്നു സമസ്ത തീരാത്ത നൂറ് കൊണ്ട് മുത്തുകോയ തങ്ങളിന്ന് പോറ്റി പടർത്തിടുന്നു സമസ്ത സയ്യിദുൽ ഉലമയെ വരവേൽക്കുവാൻ വരൂ ശംസുൽ ഉലമതൻ വരവാണതേ സയ്യിദുൽ ഉലമയെ വരവേൽക്കുവാൻ വരൂ ശംസുൽ ഉലമതൻ വരവാണതേ അതിശയ നായക അനുഗ്രഹജാലക അരുമന പിപ്പേര പൊൻതാരക സമസ്തയിൽ വാഴുക സമുന്നതരാവുക സ്വരമിടരാതെ പാടിടാം മർഹബാ തെളിച്ചു വരക്കലോര് വരി നിറന്നു വരയും കാല് കരക്കടന്നു ജഹിലിൻ കോള് ഇരുപത്താറില തെളിച്ചു വരക്കലോര് വരി നിറന്നു വരയും കാല് കരക്കടന്നു ജഹിലിൻ കോള് ഇരുപത്താറിലായി താരങ്ങൾ താഴെ വന്ന് നേര് നോക്കി തേരിലേറ്റി നൂറ്റാണ്ട് പിന്നിടുന്നു സമസ്ത തീരാത്ത നൂറ് കൊണ്ട് മുത്തുകോയ തങ്ങളിന്ന് പോറ്റി പടർത്തിടുന്നു സമസ്ത മുത്ത് റസൂലരെ താഴ്വഴി തിങ്കളെ ഇഷ്ടം നിങ്ങളെ ജിഫിരി മുത്തു തങ്ങളെ കോട്ടയെ പത്തി തകർത്തൊരാ പത്തര മാറ്റിലെ പ്രിയമാ പൊന്നു ഒരു മാടാത്ത സിംഹാസനം ഇതു മാറ്റോത്ത ദീനിന്റെ സംഘാടനം ഒരു കാറ്റത്തുമാടാത്ത സിംഹാസനം ഇത് മാറ്റോത്ത ദീനിന്റെ സംഘാടനം കൊടിനാട്ടി നല്ല കരമൊഴുകുന്ന കൈകൾ വഴികാട്ടി നിലഞ്ഞൊഴുകുന്ന മൊഴികൾ കാട്ടി ജനനിലച്ചിരുത്തിയ കിസ്സകൾ ഇതുരജബിന്റെ തീനാടമേ കൊടിനാട്ടി നല്ല കരമൊഴുകുന്ന കൈകൾ വഴികാട്ടി നിറഞ്ഞൊഴുകുന്ന മൊഴികൾ കാട്ടി നിലച്ചിരുത്തിയ കിസ്സകൾ ഇതുരജബിന്റെ തീനാടമേ കേരളം കാണാതാരവം നൂറാം വാർഷികം നേരിൽ പടയണി വരവായി ചേരണം നിങ്ങൾ പോരണം ദീനെ കാക്കണം ഒന്നായി കൈകോർത്തിടാം കേരളം കാണാതാരവം നൂറാം വാർഷികം നേരിൽ പടയണി വരവായി ചേരണം നിങ്ങൾ പോരണം ദീനെ കാക്കണം ഒന്നായി കൈകോർത്തിടാം മർഹബാ 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 സയ്യിദുൽ ഉലമാ മർഹബാ 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 സയ്യിദുൽ ഉലമാ സുന്നത്തിൻ മരം മരം ജന്നാത്തിൻ വരം വരം ചെന്നതും ഇമാം മഹ്ദി മഹ്ദിയ പൊൻകരം ദഅവത്തിൻ മണം മണം ഉമ്മത്തിൻ മനം വന്നെത്തും ഗുണം ആത്മാവിന്റെ മികവിന്റെ വൃന്ദാവനം കര കാണാത്ത കണ്ണീയത്തിൻ മനം മനം ഇതൊരാദർശരകവിന്റെ വൃന്ദാവനം കര കാണാത്ത കണ്ണീയത്തിൽ ഓമനം വിളിക്കേൾക്കാം നല്ല വിളക്കിലെ തിരിയാകാം നിധി കാക്കാം സമസ്തയിൽ അണിയാകാം കഥയോക്കാം നടന്ന പദ
സുവർണ കൊടിവാകിട കേരള കാണാതാരവോ തൂറാം വാർഷികോ തേരിൽ പടയണി വരവാ ചേരണോ നിങ്ങൾ പോരണോ നീനെ കാക്കണോ ഒന്നായി കൈകോർത്തിട जिंदाबाद समस्त जिंदाबाद समस्त जिंदाबाद समस्त जिंदाबाद जिंदाबाद समस्त जिंदाबाद समस्त जिंदाबाद समस्त जिंदाबाद റസൂലരെ താഴ്വഴി തിങ്കളെ ഇഷ്ടം നിങ്ങളെ ജിഫിരി മുത്തുതങ്ങളെ പുത്തൻ കോട്ടയെ പത്തി തകർത്തോരാ പത്തരമാറ്റിലെ പ്രിയമാ പൊന്നുതങ്ങളെ ദൃഢവിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും പച്ചപ്പുള്ള സമസ്തയുടെ പതാക, സത്യസന്ധതയുടെയും അറിവിന്റെയും തൂവെള്ള നിറഞ്ഞ നവത്വത്തിന്റെ ഊർജ്ജസ്വലതയുടെ മാന്തളിൽ വർണ്ണമുള്ള സമസ്തയുടെ പതാക, ശൈഖുൽ ജാമിഅ കൈമാറിയ ഈ ത്രിവർണ്ണ പതാക ആരുടെ മുന്നിലും അടിയറവെക്കാൻ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ നായകൻ സയ്യിദുൽ ഉലമ വെസ്റ്റ് ജില്ല മലപ്പുറം ജില്ലയുടെ ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ മഹാസമ്മേളനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുന എം.ടി. ഉസ്താദ്, ബഹുമാനപ്പെട്ട പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കളൊക്കെ ഈ മഹാസമ്മേളനത്തെ ഒരു ചരിത്ര സംഭവമാക്കി തീർക്കുന്നതിന് വേണ്ടി ഈ വേദിയെ ധന്യമാക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ളവരെ, നമ്മുടെ ഔദ്യോഗിക പരിപാടികൾക്ക് തുടക്കമാവുകയാണ്. ശ്രദ്ധിക്കുക, ജമിയത്തുൽ മുഅല്ലിമീന്റെ മേഖല കമ്മിറ്റിയുടെ നേതാക്കൾ ജാഥയുടെ ഉപനായകൻ ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി മഹാനവറുകൾക്ക് ഉപഹാരങ്ങൾ കൈമാറും. പേര് വായിക്കുന്നവർ അതിനുവേണ്ടി എത്രയും വേഗം തയ്യാറാവുക. മഞ്ചേരി മേഖല കമ്മിറ്റിക്ക് വേണ്ടി ഷറഫുദ്ദീൻ മുസ്ലിയാർ, മലപ്പുറം മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി ഷുഐബ് നിസാമി, വേഗം വന്ന് തങ്ങളെ ഏൽപ്പിക്കണം. വണ്ടൂർ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി യൂസഫ് മുസ്ലിയാർ, പെട്ടെന്ന് വരണേ. മങ്കട മേഖലക്ക് വേണ്ടി ഷമീർ ഫൈലി പുത്തനങ്ങാടി, എടവണ്ണപ്പാറ മേഖലക്ക് വേണ്ടി ഫൈസൽ ഫൈസി, നിലമ്പൂർ മേഖലക്ക് വേണ്ടി ഹംസ ഫൈലി കൈപ്പിനി, പെരിന്തൽമണ്ണ മേഖലക്ക് വേണ്ടി മുസ്തഫ അൻവരി, കൊണ്ടോട്ടി മേഖലക്ക് വേണ്ടി ഖാജ ഹുസൈൻ ദാരിമി, SKSSFന്റെ എടക്കര മേഖല കമ്മിറ്റിക്ക് വേണ്ടി നിസാമുദ്ദീൻ, മേലാറ്റൂർ മേഖലക്ക് വേണ്ടി ഹംസ അഷ്അരി, പാണ്ടിക്കാട് മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി മുനീർ യമാനി, പുളിക്കൽ മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി റാഷിദ് ഫൈലി, മഞ്ചേരി മേഖലാ കമ്മിറ്റിക്ക് വേണ്ടി സിബഗത്തുള്ള തങ്ങൾ, നിലമ്പൂർ മേഖലക്ക് വേണ്ടി മൻസൂർ ബാഖവി, പെരിന്തൽമണ്ണ മേഖലക്ക് വേണ്ടി ഇബ്രാഹിം ഫൈലി, മക്കരപ്പറമ്പ് മേഖലക്ക് വേണ്ടി അബ്ദുറഹ്മാൻ ഫൈലി, കിഴിശ്ശേരി മേഖലക്ക് വേണ്ടി റഊഫ് വാഫി. സുന്നി യുവജന സംഘം